ഇന്ന് നമുക്ക് പാർവതിയുടെ കല്യാണ ദിവസത്തെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാനൊരു 7:30 മണിയായപ്പോഴത്തേക്ക് അമ്പലത്തിൽ എത്തി. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. അങ്ങനെ ഇന്നലത്തെ മേക്കപ്പിനെയൊക്കെ പറ്റി അവൾ പറഞ്ഞ് അവളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10:30 മണിക്കാണ് പയ്യൻ്റെ വീട്ടുകാർ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫുള്ള് പണി കഴിയണം. അതിനായിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ തന്നെ ചെയ്താൽ മതി ചേച്ചി, ഒരുപാടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മുടിയിലെന്തോ ഫുള്ള് എണ്ണയുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ബാക്ക് കോമ്പൊക്കെ ചെയ്ത് ക്രിമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് വീഡിയോ ഫുള്ള് എടുക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല. അതിനിടയ്ക്കൊക്കെ വേറെ കാര്യത്തിലൊക്കെ പോയി, വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ വെക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് റൗണ്ട് കെട്ടി പൂ വെക്കണം എന്നായിരുന്നു ആഗ്രഹം പറഞ്ഞത്. അതുകൊണ്ട് റൗണ്ട് കെട്ടി തന്നെയാണ് പൂ വെച്ചത്. പിന്നെ അവളുടെ മാമൻ്റെ മോള് കവിത എൻ്റെ കസ്റ്റമറാണ്. അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അവളോടുള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടന്നു. ചെറുക്കൻ്റെ വീട്ടുകാർ വന്നതിന് ശേഷമാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞത്. പക്ഷേ കറക്റ്റ് ടൈമിന് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവർക്കും അത് കഴിഞ്ഞ് സ്വീകരണം അതിനുള്ള കാര്യത്തിനൊക്കെ അവരും പോയി. ഇതാണ് ഹെയർ സ്റ്റൈല്. അങ്ങനെ മേക്കപ്പൊക്കെ ഏകദേശമൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് കിടന്ന് അലയ്ക്കുന്നതുകൊണ്ട് എനിക്ക് വോയിസ് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള നേരമൊന്നുമില്ല. ഞാൻ കൂടുതലും ചരട് ഉപയോഗിച്ചാണ് പൂ സെറ്റ് ചെയ്യുന്നത്. യൂപ്പിൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. എന്നാലും ഈ റൗണ്ടിനൊക്കെ നമുക്ക് വെക്കുമ്പോൾ യൂപ്പിൻ ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് ചുറ്റി ഷേപ്പാക്കി വെക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ചരട് ഉപയോഗിക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഒന്ന് ബ്ലഷ് ഇടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു വെറൈറ്റി കളർ സാരിയായിരുന്നു. എല്ലാവരും നല്ല കളർഫുൾ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ലൈറ്റ് കളറാണ് അവളെടുത്തത്. പിന്നെ എല്ലാവർക്കും സിമ്പിൾ മേക്കപ്പിൻ്റെ കൂടെയാണ് താല്പര്യം. അങ്ങനെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് ആളിനെ മാറ്റിയിട്ടൊന്നുമില്ല. ലെൻസ് ഒന്നും വെക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ ലെൻസ് ഒന്നും വെച്ചിട്ടില്ല. ഐലാഷ് ശകലം ഗ്ലൂ പോയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അവിടെ മേക്കപ്പ് റൂമിൽ കണ്ണാടി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കൊച്ചു കണ്ണാടി കൊണ്ട് ആൾ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നായിരുന്നു ആളിന് വിഷമം. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഒരുപാട് ബ്ലഷ് ഒന്നും ഇട്ടിട്ടില്ല, ലൈറ്റായിട്ടേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തർ വന്ന് തുടങ്ങി. ബ്രൈഡിനെ കാണാനാണല്ലോ എല്ലാവർക്കും അന്നത്തെ ദിവസം ഒരു ഞാൻ അന്നേരം മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സ്പ്രേ ഒക്കെ ചെയ്തു. പിന്നെ ഹെയർ അക്സസറീസ് വെക്കുകയാണ്. ഇപ്പം വീണ്ടും ഈ ഹെയറിൽ നമ്മൾ ഇതുപോലെ മുല്ലപ്പൂ തന്നെ വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇത് വെക്കാനാണ് തോന്നിയത്. എനിക്കിത് ഭംഗിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പൂവൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം മേക്കപ്പൊക്കെ കഴിയാറായി. ഏകദേശം ഇപ്പം തന്നെ 10:30 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു, സ്വീകരിക്കാറൊക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കല്യാണക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസുകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റോടെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ.